യേശുവിൽ അത്രയും സ്നേഹം നിറഞ്ഞവരെ, സ്വന്തം ആത്മീയ സ്ഥിതിയെ ഓർത്ത് കരയാനായിട്ട് കഴിയുക, സ്വന്തം ആത്മീയ സ്ഥിതിയെ വിലയിരുത്താൻ കഴിയുക, സ്വന്തം ആത്മീയ ജീവിതത്തെ ഗൗരവമായിട്ട് കാണുക. ഇത് ഈ ഒരു കാലഘട്ടത്തിന്റെ ഒരു അഭിഷേകമായിട്ട് തീർന്നില്ല എങ്കിൽ മനുഷ്യൻ ഭൗതികമായ കാര്യങ്ങളിൽ അവസാനിക്കുമെന്നുള്ള ഉറപ്പാണ്. ബൈബിളില് സമ്പത്തിനെ ഓർത്ത് അസ്വസ്ഥപ്പെടുന്നത് കാണാം. ബൈബിളില് ലൂക്കായുടെ സുവിശേഷം 12-ാമത്തെ അധ്യായത്തില് ഒരു മനുഷ്യൻ തന്റെ സ്വത്ത് വിഭജിക്കുന്നതുമായിട്ട് ഈശോയുടെ അടുക്കിലേക്ക് വരുന്നുണ്ട്. ഈശോ പറയുന്നുണ്ട്, ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി, അതായത് മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. മനുഷ്യൻ ഇന്ന് പലപ്പോഴും തന്നെ ഭൗതിക വസ്തുക്കൾ കൊണ്ട് ജീവിതത്തെ തൃപ്തിപ്പെടുത്താനായിട്ട് പരിശ്രമിക്കാറുണ്ട്. ഇന്ന് എനിക്ക് എന്ത് നേട്ടമുണ്ട്, എനിക്ക് എന്ത് ബാങ്ക് ഡിപ്പോസിറ്റ് ഉണ്ട്, എൻ്റെ ഭൗതിക സുസ്ഥിതി എന്താണ്, ഭൗതിക കാര്യങ്ങളോർത്ത് വളരെയധികം ഉത്കണ്ഠപ്പെടുന്നുണ്ട്, നാളെക്കുറിച്ച് ഓർത്ത് അസ്വസ്ഥപ്പെടുന്നുണ്ട്. ഇത് ഭൗതിക കാര്യങ്ങളെ ഓർത്തുള്ള അസ്വസ്ഥതയാണ്. ദൈവം ഇന്ന് മനുഷ്യരെ പ്രതി കരയുന്നുണ്ട്. ദൈവത്തിന്റെ കണ്ണുനീരിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇന്ന് ദൈവത്തെ പരിശോധിക്കാതെ, ദൈവത്തെ കണ്ടെത്താതെ, ദൈവത്തിൽ ആശ്രയിക്കാതെ നശിച്ചു പോകുന്ന ആത്മാക്കളെ ഓർത്ത് കരയുന്നുണ്ട്. വിശുദ്ധ ഫൗസ്റ്റീനായ്ക്ക് കൃത്യമായിട്ട് വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ദൈവത്തെ അന്വേഷിക്കാതെ മരിക്കുന്ന ആത്മാക്കളെ ഓർത്ത് ദൈവം കരയുന്നുണ്ട്. സ്റ്റെഫാനോ ഗോപിക്ക് പരിശുദ്ധ അമ്മ വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അനേകം ആത്മാക്കള് ഇന്ന് പാപത്തിൽ തന്നെ മുഴുകി, പാപത്തിൽ തന്നെ ജീവിച്ച്, പാപത്തിൽ തന്നെ നശിക്കുന്നുണ്ട്. ആ ആത്മാക്കൾക്ക് അവരുടെ പാപാവസ്ഥയോ നികൃഷ്ടാവസ്ഥയോ ഓർത്ത് ദുഃഖിക്കുന്നില്ല എന്നുള്ളത് ദൈവത്തിന്റെ ഏറ്റവും വലിയ, അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയുടെ ഏറ്റവും വലിയ വേദനയാണ്. പ്രിയപ്പെട്ടവരെ, സ്വന്തം ആത്മീയ സ്ഥിതി ഓർത്ത് കരയാൻ കഴിയും. അപ്പസ്തോല പ്രവർത്തനത്തിന്റെ പുസ്തകം 2-ാമത്തെ അധ്യായം 35 മുതലുള്ള തിരുവചനങ്ങളില് പത്രോസ് ലീഹായുടെ ആദ്യത്തെ പ്രസംഗമുണ്ട്. ദൈവത്തെക്കുറിച്ച്, ഈശോയുടെ സുവിശേഷത്തെ കുറിച്ച് പ്രസംഗിച്ചു കഴിയുമ്പോൾ ഈ കേട്ടിരിക്കുന്ന ജനത്തിനൊരു കണ്ണുനീരുണ്ട്. അവർ പത്രോസിന്റെ അടുക്കൽ വന്ന് ഹൃദയം നുറങ്ങി പത്രോസിനോടും മറ്റു അപ്പസ്തോലന്മാരോട് ചോദിച്ചു, സഹോദരന്മാരെ, രക്ഷ പ്രാപിക്കാൻ ഞങ്ങൾക്ക് എന്ത് ചെയ്യണം? അതാണ് ആദിമ ക്രൈസ്തവ സമൂഹത്തിന്റെ ചരിത്രമാണ്. അവർ ഈശോയെ കുറിച്ച് കേട്ട് കഴിയുമ്പോൾ തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം വിറ്റ് അപ്പസ്തോലന്മാരുടെ കാൽക്കൽ വെച്ചു. ബർണ്ണബാസ് എന്നൊരു മനുഷ്യൻ തനിക്കുണ്ടായിരുന്ന വയൽ വിറ്റ് അതിന്റെ പണം മുഴുവൻ അപ്പസ്തോലന്മാരുടെ കാൽക്കൽ ഏൽപ്പിച്ചു. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ ആത്മരക്ഷയെക്കുറിച്ചുള്ള ബോധ്യമാണ്. ആത്മരക്ഷയ്ക്ക് വേണ്ടി അമിതമായിട്ട് അവർ ദൈവത്തിൽ ആശ്രയിച്ചു. അതിന്റെ ഫലമായിട്ട് ഈ ഭൂമിയിൽ ഒന്നും വേണ്ട, സ്വർഗത്തിൽ തങ്ങൾക്ക് നിക്ഷേപം മതി, സ്വർഗത്തിൽ നിക്ഷേപം മതി. മത്തായിയുടെ സുവിശേഷത്തില് നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങൾ ഈ ഭൂമിയിൽ നിക്ഷേപം കരുതി വെക്കരുത്, തുരുമ്പും കീടങ്ങളും മോഷ്ടിക്കും. അല്ലെങ്കിൽ വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, സ്വർഗരാജ്യം തന്റെ നിധി ഒളിപ്പിച്ചു വെച്ച വയലിന് തുല്യമാണ്, എല്ലാം മുടക്കി അത് വാങ്ങുകയാണ്. പ്രിയപ്പെട്ടവരെ, ആത്മരക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കാതെ ഈ ഭൂമിയിലുള്ള സന്തോഷങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുമ്പോൾ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ വേദന എന്ന് പറയും, സംഭവിക്കാനിരിക്കുന്ന വേദന ഒരുപക്ഷെ അന്ത്യവിധിയുടെ സമയത്ത്, മരണസമയത്ത്, മരണത്തിന് ശേഷം ഏറ്റവും വലിയ വേദന ഈ ഭൂമിയിൽ ദൈവത്തെ അന്വേഷിക്കാതെ മരിച്ചല്ലോ എന്നോർത്തുള്ള വേദനയായിരിക്കും. ഇന്ന് ഞായറാഴ്ച കുർബാന മുടക്കിയും സന്ധ്യാപ്രാർത്ഥന മുടക്കിയും ആത്മീയ ജീവിതത്തിന് വില കൊടുക്കാതെ ഭൗതിക ജീവിതത്തിന് വേണ്ടി, സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി, സ്വന്തം സുഖങ്ങൾക്ക് വേണ്ടി, സ്വന്തം സൗകര്യങ്ങൾക്ക് വേണ്ടി, സ്വന്തം ജീവിതത്തിന്റെ സുഖസമൃദ്ധിക്ക് വേണ്ടി മാത്രം ജീവിക്കുമ്പോൾ നാളെ നീ അനുഭവിച്ച സന്തോഷങ്ങളൊക്കെ നിനക്ക് ഒരു വേദനയായിട്ട് പരിണമിപ്പിക്കുമെന്നുള്ളത് വ്യക്തമായ കാര്യമാണ്. പലപ്പോഴും അന്ത്യദിനങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി മനുഷ്യജീവിതത്തിന്റെ കഴിഞ്ഞ നാളത്തെ സുഖങ്ങൾ മുഴുവൻ വേദനയായിട്ട് തീരും. അതാണ് ധനികൻ നരകത്തിൽ ചെല്ലുമ്പോൾ അവന്റെ ഏറ്റവും വലിയ വേദന അവനൊന്ന് ആശ്വസിപ്പിക്കാൻ ഒരിടവുമില്ല. അതുകൊണ്ടാണ് ഈ ലാസറിനെ തന്റെ അടുക്കലേക്ക് അയക്കണം, അവന് ഒരു തുള്ളി വെള്ളം നൽകാനായിട്ട്. ഒരു തുള്ളി വെള്ളം പോലും ലഭിക്കപ്പെടാത്ത ദയനീയ സ്ഥിതിയെ കുറിച്ച് വ്യക്തമായിട്ട് പറയുകയാണ്. വീണ്ടും പറയാണ്, ഈ ഭൂമിയിലേക്ക് ലാസറിനെ വിടണം, എല്ലാവരും അറിയണം, ഇങ്ങനെ ആരും ഈ നരകത്തിൽ വരാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, ഈ നരക ജീവിതത്തെക്കുറിച്ചും അല്ലെങ്കിൽ ഇതിനപ്പുറമുള്ള ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ കുറിച്ചും മനുഷ്യൻ ധ്യാനിക്കാതെ ജീവിക്കുന്നത് ഇന്ന് ഈ സമൃദ്ധിയുടെ ജീവിതം മാത്രമായിട്ട്. സമൃദ്ധിയുടെ സുവിശേഷം പറയാൻ എളുപ്പമാണ്. സമൃദ്ധിയുടെ സുവിശേഷം അല്ലെങ്കിൽ പ്രാർത്ഥിച്ചാൽ കിട്ടുന്ന സുഖത്തെക്കുറിച്ച്, ഭൗതിക സമൃദ്ധിയെക്കുറിച്ച് പറയാൻ എളുപ്പമാണ്.
എന്നാൽ ഈ നിത്യജീവിതത്തെക്കുറിച്ച് മനുഷ്യൻ ധ്യാനിച്ചില്ല എങ്കിൽ നാളെ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ ഞാൻ ഇതിനെ ഗൗരവമായിട്ട് എടുത്തില്ലല്ലോ, അല്ലെങ്കിൽ നിത്യജീവിതത്തിന് ഞാൻ ഒന്നും നേടിയില്ലല്ലോ, ഈ ഭൂമിയിലെ കാര്യങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ച് സ്വർഗത്തിന് വേണ്ടി ഞാൻ സമ്പാദിച്ചില്ലല്ലോ എന്നുള്ളത് നിനക്ക് ഏറ്റവും വലിയൊരു വേദനയായിട്ട് തീരുമെന്നുള്ളത് യാഥാർത്ഥ്യമായ കാര്യമാണ്. അതുകൊണ്ട് നിത്യജീവിതത്തിന് വേണ്ടി അതാണ് ഈ ഭൂമിയിൽ കരയാൻ വിധിക്കപ്പെട്ടവരുണ്ട്, വിളിക്കപ്പെട്ടവരുണ്ട്. ഈ ഭൂമിയിൽ ദാരിദ്ര്യം അനുഭവിക്കാനായിട്ട് വിളിക്കപ്പെട്ടവരുണ്ട്. ഈ ഭൂമിയിൽ നീതിക്ക് വേണ്ടി പീഡനം അനുഭവിക്കാനായിട്ട് വിളിക്കപ്പെട്ടവരുണ്ട്. മറ്റുള്ളവരാൾ അവഹേളിക്കപ്പെടാനായിട്ട് വിളിക്കപ്പെട്ടവരുണ്ട്. അവര് അങ്ങനെയൊക്കെ ജീവിക്കുമ്പോൾ ജീവിതത്തില് പ്രത്യാശയില്ല എങ്കിൽ കണ്ണുനീരിന് അർത്ഥമില്ല, പ്രത്യാശയില്ലെങ്കിൽ ദാരിദ്ര്യത്തിന് അർത്ഥമില്ല, പ്രത്യാശയില്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നുള്ള അവഹേളനങ്ങൾക്ക് അർത്ഥമില്ല. ഇതിനെല്ലാം അർത്ഥം വെക്കുന്നത് നിത്യജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് അതാണ് പറയുന്നത്, ഇപ്പോൾ കരയുന്നവരെ ആശ്വസിപ്പിക്കപ്പെടും. നീതിക്ക് വേണ്ടി പീഡനം അനുഭവിക്കുന്നവരൊക്കെ അനുഗ്രഹം പ്രാപിക്കും. അങ്ങനെ മലയിലെ പ്രസംഗത്തിലൂടെ പറയുന്നത് ഈ ഭൂമിയിലുള്ള സഹനങ്ങൾക്കുള്ള ഒരു സമ്മാനം ദൈവം ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ ആ സമ്മാനത്തിന് വേണ്ടി അതുകൊണ്ടാണ് പൗലോസ്ലീഹ ജീവിക്കുമ്പോൾ തന്നെ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം പറയുന്നുണ്ട്, 4:30 പറയുന്നുണ്ട്, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അവിടുന്ന് ഒരു രക്ഷകനെ കർത്താവായ യേശുക്രിസ്തുവിനെ നാം കാത്തിരിക്കുന്നു. നമുക്ക് ആ ഒരു ജീവിതത്തിന് വേണ്ടി 2 കൊരിന്ത്യസ് 3:16 2 കൊരിന്ത്യസ് 4:16 ഞങ്ങൾ ഭഗ്നാശരാകുന്നില്ല, ഞങ്ങളുടെ ബാഹ്യ ശരീരം ക്ഷയിക്കുന്നുവെങ്കിലും ആന്തരിക ശരീരം അനുദിനം ശക്തി പ്രാപിക്കുകയാണ്. അല്ലെങ്കിൽ വീണ്ടും പറയാണ്, ഞങ്ങൾ വസിക്കുന്ന ഭൗമിക ശരീരം നശിക്കുന്നെങ്കിലും ഈ കരങ്ങളാൽ നിർമ്മിതമല്ലാത്ത ഒരു ഭവനം ഞങ്ങൾക്കുണ്ട്. ജീവിക്കാനായിട്ട് സഹിക്കാനായിട്ട് ശക്തിപ്പെടുത്തിയത് നിത്യജീവിതത്തെക്കുറിച്ചുള്ള പ്രത്യാശയാണ്. ഒരു രാജ്യത്ത് പോകാൻ വേണ്ടി അല്ലെങ്കിൽ വിദേശത്ത് ഒരു ജോലി ലഭിക്കാൻ വേണ്ടി മനുഷ്യരെടുക്കുന്ന ത്യാഗങ്ങളുണ്ട്, അല്ലെങ്കിൽ ഒരു വീട് പണിയാൻ വേണ്ടി അനുഭവിക്കുന്ന പരിത്യാഗങ്ങളുണ്ട്. എന്നാൽ സ്വന്തം ആത്മരക്ഷയ്ക്ക് വേണ്ടി എടുക്കുന്ന ത്യാഗങ്ങൾ, വിശുദ്ധരുടെ ജീവിതം പരിശോധിക്കുമ്പോൾ അവർ ചാക്കുവസ്ത്രം ധരിച്ചത്, അരയില് മുള്ളരഞ്ഞാണ് ധരിച്ചത്, അല്ലെങ്കിൽ നല്ല ഭക്ഷണം പോലും ചാരമിട്ട് കുടിച്ചത്, ഭക്ഷണം കഴിച്ചത്, അല്ലെങ്കിൽ ജീവിതത്തില് ഏറ്റവും വലിയ പീഡനങ്ങളിലൂടെ കടന്നുപോയത്, ഈശോയെ പ്രതി നിന്ദാപമാനങ്ങൾ സഹിച്ചത്, ഈ ഭൂമിയിലെ സന്തോഷങ്ങളെ മാറ്റിവെച്ച് ജീവിച്ചത് ഒരേ ഒരു ലക്ഷ്യമാണ്, ദൈവത്തോടൊപ്പമായിരിക്കുക. സ്വർഗം എന്ന പേരിന്റെ അർത്ഥം തന്നെ നമുക്കറിയാം, ദൈവത്തോടൊപ്പമായിരിക്കുക. അതുകൊണ്ട് ഈ ജീവിതത്തിലെ സന്തോഷങ്ങളെ സന്തോഷമായിട്ട് കാണാതിരിക്കുക, അതിനപ്പുറമുള്ളൊരു സന്തോഷമുണ്ട്. ഒരു വിശ്വാസി ജീവിക്കേണ്ടത്, പ്രത്യേകിച്ച് സുവിശേഷം അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിത സന്തോഷം എന്ന് പറയുന്നത് സുവിശേഷത്തെ പ്രതിയുള്ള സാക്ഷിത്വം, സുവിശേഷത്തെ പ്രതിയുള്ള സഹനം അവരുടെ ജീവിതത്തിന് ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് മാറും. അതുകൊണ്ട് ഇന്ന് വചനം കേൾക്കുമ്പോൾ നിത്യജീവിതത്തിന് വേണ്ടി ഒരുങ്ങാം, നിത്യജീവിതത്തിന് വേണ്ടി ഈ ഭൗമിക ജീവിതത്തെ ക്രമപ്പെടുത്താം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നും ലക്ഷ്യം വെക്കേണ്ടത് ഈ കഴിഞ്ഞ നാളുകളിൽ സംഭവിച്ച ഏറ്റവും വലിയ മാറ്റമാണ്. ഇന്ന് മനുഷ്യ ജീവിതത്തിൽ ഇന്ന് നിത്യജീവിതത്തിന് വേണ്ടിയുള്ള അധ്വാനം, അല്ലെങ്കിൽ നിത്യജീവിതത്തിന് വേണ്ടിയുള്ള വചനം, നിത്യജീവിതത്തിന് വേണ്ടിയുള്ള ജീവിത സാക്ഷ്യം ഇന്ന് വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ ജീവിക്കുന്നത് ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ്. ഇവിടെ നമ്മൾ വായിക്കുന്ന വചനമുണ്ടല്ലോ, ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ എല്ലാ മനുഷ്യരെയും കണ്ട് ഭാഗ്യവാന്മാരാണ്. നിത്യജീവിതത്തിന് വേണ്ടി ദൈവത്തെ മുറുകെ പിടിക്കാം, കർത്താവിൽ പ്രത്യാശ അർപ്പിക്കാം. ഈശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.